മേടം രാശി. അശ്വതി, ഭരണി, കാർത്തിക. പുതിയ പ്രതീക്ഷകളുടെയും മാറ്റങ്ങളുടെയും കാലമായ 2026 വിഷുസംക്രമം മേടം രാശിക്കാർക്ക് ജീവിതത്തിൽ ചില സുപ്രധാന വഴിത്തിരിവുകൾക്ക് സാക്ഷ്യം വഹിക്കുന്ന കാലമാണ്. മേടം രാശിയിൽ സൂര്യൻ ഉച്ചസ്ഥനായി നിൽക്കുന്നതിനാൽ വ്യക്തിത്വത്തിൽ വലിയ മാറ്റങ്ങൾ പ്രകടമാകും. ഭരണപരമായ കാര്യങ്ങളിലും നേതൃത്വപരമായ ഉത്തരവാദിത്തങ്ങളിലും തിളങ്ങാൻ സാധിക്കും. എങ്കിലും ഗ്രഹനിലയിലെ മാറ്റങ്ങൾ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് പൊതുവെ നൽകുന്നത്. എങ്കിലും പ്രതിസന്ധികളിൽ അദൃശ്യമായ ഈശ്വര സാന്നിധ്യം അനുഭവപ്പെടുന്നത് വലിയൊരു ആശ്വാസമായിരിക്കും. നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും. ദീർഘകാലമായി പണി പൂർത്തിയാകാതെ കിടന്ന വീടിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കി താമസം തുടങ്ങാൻ സാധിക്കും. പുതിയ വാഹനം വാങ്ങാനുള്ള ആഗ്രഹം സഫലമാകുകയും ചെയ്യും. ജോലി സംബന്ധമായോ അല്ലാതെയോ വിദേശത്തോ അല്ലെങ്കിൽ ജനിച്ച മണ്ണിൽ നിന്നും മാറിയോ താമസിക്കാൻ അനുയോജ്യമായ സാഹചര്യങ്ങൾ വന്നുചേരും. കൃഷിയിൽ താൽപ്പര്യമുള്ളവർക്ക് പുതിയ ആശയങ്ങൾ നടപ്പിലാക്കാനും അതിലൂടെ മികച്ച വിജയം കൈവരിക്കാനും സാധിക്കും. കുടുംബാംഗങ്ങൾക്കിടയിൽ പൊതുവെ സന്തോഷവും സമാധാനവും നിലനിൽക്കുന്നൊരു വർഷമാണ്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ശനി 12ാം ഭാവത്തിൽ തുടരുന്നതിനാൽ 7.5 ശനിയുടെ പ്രാരംഭഘട്ടം ആരംഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി ചില വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം. വരവിനേക്കാൾ ചിലവ് വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ കൃത്യമായ ബജറ്റ് പ്ലാനിംഗ് അത്യാവശ്യമാണ്. പണം കൊടുക്കുന്നതോ ജാമ്യം നിൽക്കുന്നതോ ഈ കാലയളവിൽ ഒഴിവാക്കുന്നതാണ് ബുദ്ധി. സ്വന്തം ചുമതലകൾ മറ്റൊരാളെ വിശ്വസിച്ച് ഏൽപ്പിക്കുമ്പോൾ 2 തവണ ആലോചിക്കുന്നത് ഉത്തമം. സഹായികളുടെ അശ്രദ്ധ മൂലം ജോലികൾ വൈകാൻ സാധ്യതയുണ്ട്. ഭൂമി സംബന്ധമായോ വസ്തു സംബന്ധമായോ ഉള്ള തർക്കങ്ങൾ വരാം. അത്തരം സാഹചര്യങ്ങളിൽ നിയമസഹായം തേടാൻ മടിക്കരുത്. ശാരീരിക ബുദ്ധിമുട്ടുകൾ അവഗണിക്കരുത്. ചിലർക്ക് ശസ്ത്രക്രിയ പോലുള്ള വൈദ്യസഹായം ആവശ്യമായി വന്നേക്കാം. രാഷ്ട്രീയ ഭരണ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർ വ്യക്തിപരമായ ശത്രുതകൾ മാറ്റിവെച്ച് മുന്നോട്ടു പോകണം. സാമ്പത്തിക ഇടപാടുകളിൽ സുതാര്യത ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ്. ഭരണപരമായ പദവികൾ വഹിക്കുന്നവർ സ്ത്രീകളുമായുള്ള ഇടപാടുകളിൽ പ്രത്യേക ജാഗ്രത പുലർത്തണം. അല്ലാത്ത പക്ഷം ധനനഷ്ടത്തിനും മാനഹാനിക്കും സാധ്യതയുണ്ട്. പരിഹാരമാർഗങ്ങൾ എന്ന് പറയുന്നത് 7.5 ശനിയുടെ ദോഷഫലങ്ങൾ കുറയ്ക്കുന്നതിനായി ശനിയാഴ്ചകളിൽ ശാസ്ത്രഭജനം നടത്തുന്നത് ഉത്തമമാണ്. ചിട്ടയായ ഈശ്വരഭജനവും വഴിപാടുകളും നേരത്തെ തന്നെ നടത്തുന്നവർക്ക് പ്രതിസന്ധികളെ എളുപ്പത്തിൽ മറികടക്കാൻ സാധിക്കും. ശാരീരിക ക്ലേശങ്ങൾ കുറയ്ക്കാൻ അനുയോജ്യമായ ഒരു ദേഹരക്ഷ ധരിക്കുന്നത് ഉചിതമായിരിക്കും. കൂടുതൽ വ്യക്തതയ്ക്കായി വ്യക്തിഗത ജാതക പരിശോധന നടത്തുന്നത് ഭാവി പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ സഹായിക്കും.